ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ ആദ്യ ശ്വാസമെടുക്കുമ്പോൾ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും. സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന നിലയിൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും. എന്നാൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആദ്യ ശ്വാസം എടുക്കുമ്പം ആദ്യ ശ്വാസം എടുക്കുമ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ അന്നത്തെ കാര്യങ്ങളെല്ലാം പല തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് തടസ്സപ്പെടും. മാത്രമല്ല കയ്യിലുള്ള പണം കൂടെ ചിലപ്പോൾ നഷ്ടപ്പെടാം. നമ്മുടെ പോക്കറ്റ് കാലിയാകാം, സമ്പാദ്യങ്ങൾ ഒക്കെ നശിക്കാം, ഇല്ലാതാകാം. അപ്പോൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആ ഫസ്റ്റ് ശ്വാസത്തിലുള്ള കിടക്കപ്പായിരുന്നു കൊണ്ടുള്ള ഫസ്റ്റ് ശ്വാസത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാവരും അറിയുന്നതും ചെയ്യുന്നതും എല്ലാവർക്കും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രഹസ്യ രീതിയിലുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഗണപതിയുടെ ചില രഹസ്യം, ശിവ രഹസ്യം, വിഷ്ണുവിൻ്റെ ചില രഹസ്യങ്ങൾ, പാർവതി ദേവിയുടെ ചില രഹസ്യങ്ങൾ. നമ്മൾ ക്ഷേത്രത്തിൽ പോയി ദേവിയെ തൊഴുമ്പോൾ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി തൊഴുതാൽ 10 വട്ടം പോയി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതിന് പകരം 1 വട്ടം പോയി വഴിപാട് ചെയ്താൽ ബലം ഉണ്ടാകും. ആ വിളി അവിടെ കേൾക്കും. അങ്ങനെയുള്ള ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ചില നക്ഷത്രക്കാരുടെ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തെന്നി വീഴാതെ ഒക്കെ ചില നക്ഷത്രക്കാരും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുടെ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരുടെ ചില സമയങ്ങൾ, പ്രയോജനപ്പെടുത്താവുന്ന നക്ഷത്രക്കാരുടെ ചില സമയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണം. അതുകൊണ്ടാണ് ആദ്യം ഇത് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ശിവപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാനെല്ലാം വിശദമായിട്ട് പറയുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എനിക്കിന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരു ആൾ ചെയ്തു. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ വാട്സപ്പ് വഴി നോക്കി കൊടുത്തതാണ്, പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പം പുള്ളി മെസ്സേജ് ചെയ്തിട്ട് വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. പുള്ളിക്ക് 2 കണ്ടെയ്നർ വാങ്ങി, ഒരു ഇനോവ കാർ വാങ്ങി. ഇനോവ കാർ സെക്കൻഡ് ഹാൻഡാണ്, പിന്നെ കണ്ടെയ്നർ പുതിയതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചത്. സാറ് പറഞ്ഞു തന്ന പരിഹാരങ്ങൾ ചെയ്തിട്ടാണ് എനിക്കിതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ 2 കണ്ടെയ്നർ ഒരു ഇന്നോവയും മേടിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് അത് കേട്ടപ്പോൾ ഉണ്ടായത്. ഇപ്പോഴും വാട്സപ്പിൽ കിടപ്പുണ്ടത്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ ഈ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവരുടെ ഗ്രഹനിലയും കൈരേഖയും നോക്കി അവർക്ക് വേണ്ട പരിഹാരങ്ങളെല്ലാം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ്. ഞാനെല്ലാം വേറൊന്നും പറയത്തില്ല. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒരാൾ ചെല്ലേണ്ട മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങളും അതിൻ്റെ രഹസ്യവും ആ ചെല്ലേണ്ട സമയവും ക്രമവും ഭാഗ്യസംഖ്യയും ഭാഗ്യനിറവും എവറിത്തിങ്, ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട വഴിപാടുകളും ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട ക്രമം, ചെയ്യേണ്ട രീതി എല്ലാം ലളിതമായ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് ഞാനൊരു 2 കണ്ടെയ്നറും ഒരു ഇന്നോവയും മേടിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് എനിക്ക് അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് 2 കണ്ടെയ്നറും ഒരു ഇന്നോവയും വാങ്ങി എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ ഇപ്പോൾ നമുക്ക് 10 പേരുടെ മുന്നിൽ വെച്ച് നമ്മളെ കുറേ ഒരു അവാർഡ് തരിക, അല്ലെങ്കിൽ നമ്മളെ കുറേ ആദരിക്കുക, കുറേ പുകഴ്ത്തുക, ഇതൊന്നുമല്ല കാര്യം. ജീവിതം ഓരോരുത്തരുടെ ജീവിതം. അദ്ദേഹം അന്ന് നോക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ മാറ്റം വരുന്നു. അത് ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. എൻ്റെ കഴിവല്ല, ഈശ്വരൻ്റെ മഹത്വം. അപ്പം പരമേശ്വരൻ്റെ മഹത്വം, ഈശ്വരൻ്റെ മഹത്വം. അപ്പോൾ അത് എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അദ്ദേഹം അത് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടാണ് ഫലമുണ്ടായത്. ഞാൻ വഴി മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. ഇന്ന് ഞാൻ ഒരു വഴി പോയിട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ വെച്ചു ഒരാൾ വണ്ടി നിർത്തി എന്നെ വിളിച്ചു. വണ്ടി എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട് പണി തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ്. അതിനകത്ത്
പുണർന്ന നാളിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും തടസ്സം ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. പക്ഷെ ആ വീഡിയോ ഒന്നും അധികം ആളുകൾ കണ്ടിട്ടില്ല. നല്ല കാര്യങ്ങൾ അതിലും ആളുകൾ ഒന്നുകിൽ കാണത്തില്ല, അല്ലെ വൈകി അറിയത്തുള്ളൂ. അത് കുഴപ്പമില്ല, ഞാൻ ഏതായാലും കാണുന്നവർ കാണട്ടെന്ന് കരുതിയിട്ട്. ഇപ്പോൾ പുണർന്ന നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ. വീട് പണി തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു മുരുകൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഇത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കാൻ പറഞ്ഞു. ലളിതമായ കാര്യം പറയത്തുള്ളൂ. വീട് പണി തടസ്സം മാറും, വീട് പണി നടക്കും, എനിക്ക് ഉറപ്പാണ്. ചെയ്താൽ ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു കൊടുത്ത് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ചെയ്താൽ ഉറപ്പാണ്, എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കാൻ കാര്യം, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആളാണ്, പിന്നെ അദ്ദേഹം ഒരു പൂജാരിയാണ്. അദ്ദേഹത്തിന് പണ്ടും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗുണം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് എന്നെ വണ്ടി നിർത്തി എന്നോടത് ചോദിച്ചത്. അപ്പോൾ എത്ര ആളുകളുടെ ജീവിതത്തിലാണ് ഇത്ര നല്ല കാര്യങ്ങൾ ഗുണം വരുത്തുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമാണ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതൊരാൾക്കാണേലും അത് ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും, എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ സമയം കളയാന്നുള്ളേ ഉള്ളൂ. അതുകൂടെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ. ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. നമുക്ക് പറ്റുന്ന അത്രയല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്ന വൃത്തിയായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല, വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് നോക്കി കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വാട്സപ്പിലെ വർക്ക് ചെയ്യുമായിരിക്കും. ആ സമയത്ത് വന്നതിനെ ശല്യപ്പെടുത്തരുത് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യരുത്. ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിനാണ് ഓരോ വീഡിയോയിലും ഇത് പറയുന്നതിൻ്റെ കാര്യം. അതാണ് സമയമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതുപോലെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും, അതുകൊണ്ട് ഫോൺ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ സാഹചര്യം പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി കൂടിയാണ്. സാഹചര്യം മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമായിരിക്കും, യാതൊരു സംശയവും വേണ്ട. എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗുരുചരണം ശരണം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഉടൻ തന്നെ അന്ന് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ ഉണർന്നെഴുന്നേറ്റ ഉടൻ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ പതുക്കെ സാവധാനം ദീർഘശ്വാസം എടുക്കുക. അതുപോലെ ദീർഘശ്വാസം പതുക്കെ വിടുക. അപ്പോൾ ഈ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും ഈശ്വര ചിന്തയോടുകൂടി അതൊരു 3 തവണ ചെയ്യുക. ശ്വാസം ഹോൾഡ് ചെയ്യണ്ട, ശ്വാസം എടുത്ത് പിടിക്കണ്ട. ശ്വാസം പതുക്കെ എടുക്കുക, പതുക്കെ വിടുക. ഒരു 3 തവണ ചെയ്യുക. അത് ഈശ്വര ചിന്തയോട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാം മനസ്സിൽ. ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഗുണമുണ്ടായ ഒരു കാര്യം പറഞ്ഞുതരാം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഈ മന്ത്രം ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടതു മൂക്കിനുള്ളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സ് ശ്രദ്ധിച്ച് ഈ മന്ത്രം 1 തവണ ജപിച്ചിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളിപ്പോൾ എഴുന്നേറ്റു, കിടക്കപ്പായയിലിരുന്നു. നിങ്ങൾ ഇടത്തുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഇത് മനസ്സിൽ ജപിക്കുക. എന്നിട്ട് നിങ്ങൾ പതുക്കെ, പിന്നെ ഒന്നും ജപിക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട, പതുക്കെ ശ്വാസം ദീർഘമായിട്ടെടുത്ത് പതുക്കെ ദീർഘമായിട്ട് വിടുക. ഇതൊരു 3 തവണ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ദിവസം ആരംഭിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിടക്കപ്പായി ഇരുന്ന് പലർക്കും ഞാൻ ചെല്ലേണ്ട മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത് കഴിഞ്ഞ് ചെയ്തോളുക. കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കേണ്ട മന്ത്രവും, എഴുന്നേൽക്കുമ്പം വലത് സൈഡ് ചേരിഞ്ഞ് എഴുന്നേൽക്കണമെന്നും അതൊക്കെ അതുപോലെ ചെയ്തോളുക. കിടക്കപ്പായി എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ വലത് സൈഡ് ചെരിഞ്ഞ് എഴുന്നേൽക്കുക കിടക്കപ്പായെന്ന്. എന്നിട്ട് ഇരുന്ന് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ നിങ്ങൾ സാധാരണ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലാം, ഒക്കെ ചൊല്ലാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ശ്വാസം, ആദ്യത്തെ ശ്വാസം കൃഷ്ണന് വിചാരിച്ച് ചെയ്യുക. കൃഷ്ണ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച്, മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കാൻ വേണ്ടി സാധാരണ പോലെ ചെയ്യാം. മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഇത് മൊത്തം ഇതുപോലെ തന്നെ ജപിക്കണം. ഇതിനകത്ത് ഓമും ജപിക്കണം, സ്വാഹയും ജപിക്കണം, മൊത്തം മന്ത്രം അതുപോലെ തന്നെ ജപിക്കണം കേട്ടോ.
അപ്പം അങ്ങനെ മനസ്സിൽ ഇടതുമുക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ മന്ത്രം ഒരു തവണ ജപിച്ച ശേഷം, അപ്പം ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ വിടുകയും ചെയ്യുക സാധാരണ പോലെ. ഈ മന്ത്രം ഇങ്ങനെ ജപിച്ച ശേഷം വേണം പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ, ഒന്നും പ്രാർത്ഥിക്കാതെ, ഒരു ചിന്തയുമില്ലാതെ വെറുതെ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്യണ്ട, ശ്വാസം ദീർഘമായിട്ട് പതുക്കെ എടുത്ത് പതുക്കെ വിടുക. അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം, മന്ത്രങ്ങളൊക്കെ ചൊല്ലാം. വടക്കോട്ട് കിടക്കപ്പായി ഇരുന്ന് തന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് സർവമംഗളമംഗല്യേ ചൊല്ലാം, ശിവോഹം ചൊല്ലാം. ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ. സാമ്പത്തികം വളരെ പെട്ടെന്ന് വരും. ഓം കൃഷ്ണായ നമ. നിങ്ങൾ ചൊല്ലുന്ന, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള, പലരുടെയും നോക്കി പറഞ്ഞിട്ടുള്ള അതൊക്കെ അവരതുപോലെ ചെയ്യുക. പിന്നെ നിങ്ങൾ സ്ഥിരം വീഡിയോ കണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ഞാൻ എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ശ്വാസം, ഈ ആദ്യ ശ്വാസം, കിടക്കപ്പായിരുന്നുകൊണ്ടുള്ള ആദ്യ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് കൃഷ്ണവിദ്യ ചെയ്യണം. എന്നിട്ട് 3 പ്രാവശ്യം ശ്വാസം പതുക്കെ എടുത്ത് വിടുക. സാവധാനം എടുത്ത് സാവധാനം വിടുക. ഇങ്ങനെ ഒരു ദിവസം തുടങ്ങണം. അപ്പം ഇങ്ങനെയൊരു ദിവസം തുടങ്ങിയാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകത്തില്ല, നിങ്ങളുടെ പണം ഉള്ളതുകൂടെ പോകത്തില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എഴുന്നേൽക്ക് കിടക്കപ്പായിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, ഓഫീസിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഈ ആദ്യം ശ്വാസം എടുക്കുമ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ എന്നും കഷ്ടപ്പാടും ദുരിതവും സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നം ആയിരിക്കും എപ്പോഴും. ഇതൊരു രഹസ്യവിദ്യയാണ്. ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരത്തില്ല. അത്രയും കാര്യം പറഞ്ഞായിരുന്നു. ഇത് ഞാൻ ഈ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. അതുപോലുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു തന്ന് ശരിയായിട്ട് ചെയ്തവരെല്ലാം ജീവിതത്തിൽ അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ജോലി കിട്ടിയത്, മുരുകന് ത്രിമധുരം ചെയ്ത് ജോലി കിട്ടിയ ഒരാൾ വാട്സപ്പിൽ ഇട്ടു. പിന്നെ വലിയ സാമ്പത്തിക ബ്ലോക്ക് ഉണ്ടായിട്ട് അത് മാറി, ഇത്ര രൂപ സാമ്പത്തികം കിട്ടിയെന്നും പറഞ്ഞ് ഇട്ടു. ഒക്കെ വലിയ സന്തോഷമാണ്. പിന്നെ എല്ലാം നമുക്ക് ഒരുപാടുണ്ട്, ഇതൊക്കെ എല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. എത്ര സന്തോഷമാണ് അതൊക്കെ. ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു കൈകൾ കോർത്ത് സർവമംഗളമംഗല്യെ ജപിച്ച് കുളി കഴിഞ്ഞ് അതിനുശേഷം അമ്മേ ജഗദീശ്വരി, പരമേശ്വരി, ആദിശക്തി, മഹേശ്വരി, മഹാമായ, പ്രകൃതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി, അവർക്ക് വലിയ സഹായങ്ങൾ കിട്ടി, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അത്രയും അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലുള്ള വിദ്യകളാണ്. ഇതൊക്കെ നല്ലത് മാത്രം ഉണ്ടാകുന്ന വിദ്യകളാണ്. 1 രൂപ ചിലവില്ലാത്ത കാര്യങ്ങളാണ്, നന്മയുടെ വഴികളാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പം ഈ എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകൾ നന്മയാണ് നമ്മൾ പറയുന്നത് മുഴുവൻ. ആ ഈശ്വരനെക്കുറിച്ചാണ്, നന്മയെക്കുറിച്ചാണ്, അനശ്വരനായ ഈശ്വരനെക്കുറിച്ചും ആ ഈശ്വരീയതയെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയത, നിങ്ങൾക്കുണ്ടാകേണ്ട ഈശ്വരാനുഭവങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തി ഗുണം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന കാര്യങ്ങൾ, കർമ്മം, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം, സമാധാനം, അതുപോലെ നിങ്ങൾക്ക് സമ്പത്ത്, ഐശ്വര്യം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം എല്ലാം ഉണ്ടായി വരും. ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും, അതായത് ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്ത കാര്യം പറഞ്ഞായിരുന്നു, അതെപ്പോഴും ഓർത്തോളുക. അത്ര വാല്യമുണ്ട് ഇതിന്. ഒരാളുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്ക്, ഇപ്പോൾ അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് പിണങ്ങിപ്പോയെന്ന് വിചാരിക്കുക, വരും എന്തും നടക്കും. രാവിലെ ഫസ്റ്റ് ശ്വാസം എടുക്കുമ്പം, അതായത് നമ്മൾ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ്, നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് കിടക്കപ്പായി ഇരുന്ന് കഴിഞ്ഞെടുക്കുന്ന ഫസ്റ്റ് ശ്വാസം ഇങ്ങനെ ചെയ്യണം. അപ്പം ജീവിതത്തിൽ അപാരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അതിനകത്ത് കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ആ ആദ്യത്തെ ശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം അന്ന് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ ശ്വാസഗതി തന്നെ നല്ലതായിട്ട് നമ്മളത്, ആ ഊർജം പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കത്തക്ക രീതിയിൽ ആ ശ്വാസഗതി എടുത്തു വിടുന്നതെങ്കിൽ ദിവസം മുഴുവൻ നല്ലതായിരിക്കും. ഇതൊന്നും ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. എവിടെ വേണേലും നിങ്ങൾ കയറി നോക്കിക്കോ. എത്ര വർഷങ്ങൾ ഒരു ഗുരുവിൻ്റെ പുറകെ നടന്നാലും കിട്ടാത്ത കാര്യങ്ങളാണ്. തപസ് ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്.
അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇനിയും പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു, നിങ്ങൾ കുളിമുറി എന്നുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കുളിമുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ വെളിയിലെ പൈപ്പിൽ നിന്നോ വല്ല ഇച്ചിരി വെള്ളം എടുത്ത് വലത് കൈയിലോട്ട് ഒരു നുള്ളു വെള്ളം ഒന്ന് ഇറ്റിച്ചിട്ട് കൈ കണ്ടും കൂട്ടിത്തിരുമി നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന ആകാശത്തേക്ക് നോക്കി ആദ്യം ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം എന്ന് പറയുക. ഇത് വലിയൊരു വിദ്യയാണ് കേട്ടോ. ഗുരുവാണ് എല്ലാം. ഈ ഗുരു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളെപ്പോലെ കർമ്മബന്ധം കൊണ്ട് ജനിച്ച്, നിങ്ങളെപ്പോലെ തന്നെ കർമ്മദോഷം അനുഭവിച്ച്, നിങ്ങളെക്കാട്ടിലും ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ച് ആ ഒരു ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന സൂക്ഷ്മാവസ്ഥയിലുള്ള ഊർജമായ പ്രപഞ്ചത്തിലെ വിശുദ്ധന്മാരായ നിത്യത അനുഭവിച്ച സത്യമുള്ള അനശ്വരന്മാരായ ഈശ്വരനായി തീർന്ന, ഈശ്വരതുല്യനായി തീർന്ന ഈശ്വരനായി തീർന്ന ആ ഗുരുക്കന്മാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ യാതൊന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആ പ്രപഞ്ചത്തിലുള്ള ആ വിശുദ്ധമായ ഗുരുക്കന്മാരെയാണ് മനസ്സിൽ സങ്കല്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരാളുടെ പേരോ ഒരു രൂപമോ മനസ്സിൽ ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രാർത്ഥന അനുസരിച്ച് നിങ്ങളിലേക്ക് വിശുദ്ധനായ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അത് നിങ്ങൾ ആ പ്രപഞ്ചബോധത്തിന് പെടുക, നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട. ഇപ്പം ഗുരുചരണം ശരണം, ഗുരുചരണം എന്ന് വെച്ചാൽ തന്നെ പാദങ്ങൾ, ഗുരുവിൻ്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക. അതിനപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. ഒരു ചരണങ്ങളിൽ, പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നവനെ ആരും ഉപേക്ഷിക്കത്തില്ല. അപ്പം അങ്ങനെ ആകാശത്തേക്ക് നോക്കി ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം 3 തവണ പറയുക. എന്നിട്ട് വീണ്ടും ഒരു നുള്ളു വെള്ളം മതി. കൈയുടെ ഉള്ളംകൈ, വലത് കൈയുടെ ഉള്ളംകൈയിൽ ഒന്ന് ഇറ്റിച്ച് 2 കൈയും കൂട്ടി തിരുമ്മി ആകാശത്തേക്ക് നോക്കി അനശ്വരനായ ഈശ്വര, എനിക്ക് അവിടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഈശ്വര, എന്നെ സഹായിക്കണേ, എന്നെ നയിക്കണമേ. എൻ്റെ അന്നത്തെ ദിവസം എനിക്ക് ജീവിക്കാനുള്ള ധനം നൽകണേ. എനിക്ക് അവിടെ നൽകിയ എല്ലാ സമ്പത്തിനും ഐശ്വര്യത്തിനും സൗഭാഗ്യത്തിനും അവിടുത്തെ അനുഗ്രഹത്തിനും അവിടുന്ന് അറിയാൻ സാധിച്ചതിനും ഈശ്വര അവിടത്തേക്ക് നന്ദി 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 3 പ്രാവശ്യം പറയുക. ഇത് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ വാഗൊണ്ടോ മനസ്സിലോ പ്രാർത്ഥിക്കാം. ഇതൂടെ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഈ കാര്യം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആരുടെ ചതിയിലോ വഞ്ചനയിലോ ഒന്നും പോയി ചാടത്തില്ല. ഈ ഈശ്വരാധീനമില്ലാത്തവരാണ് എവിടെ ഒരു ചതിയുണ്ടോ അതിൻ്റെ അകത്ത് അങ്ങോട്ട് പോയി ചാടും. ഒരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ എന്ത് തട്ടിപ്പ് കൊണ്ട് ആര് വന്നാലും അതിൻ്റെ അകത്ത് പോയി അങ്ങോട്ട് പോയി അങ്ങ് ചാടും. ഈ ഈശ്വരാധീനം ഇല്ലാത്തതിന് കുഴപ്പമാണ്. അതുപോലെ നിങ്ങളുടെ മക്കൾ ഒരിക്കലും മോശമാകത്തില്ല. നിങ്ങളുടെ കുടുംബം ഒരിക്കലും ഒരു മോശം രീതിയിൽ വരത്തില്ല. ഈ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു അച്ഛൻ, അമ്മ, കുട്ടികൾ ഇവരുണ്ടെന്ന് വിചാരിച്ചു. ഇതിലിപ്പോൾ അച്ഛനായിക്കോട്ടെ, പലപ്പോഴും ഈ കുട്ടികൾ പറയുന്നതോ അല്ലെങ്കിൽ ആ ഭാര്യ പറയുന്നതിനേക്കാൾ കൂടുതൽ വെളിയിലുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയുന്നതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ അധപ്പതനത്തിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന ആ കുടുംബത്തിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ദൈവാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ അവരൊക്കെ പറയുന്ന കേൾക്കരുതെന്നല്ല പറഞ്ഞു, അങ്ങനെ അതിന് അർത്ഥമില്ല. പ്രഥമ പരിഗണന ആ കുടുംബത്തിന് കൊടുക്കണം. ഇപ്പോൾ ഒരു മകനൊരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ ഒരു ന്യായമായിട്ടുള്ള കാര്യമായിരിക്കും, അത് ചിലപ്പോൾ സ്വീകരിക്കത്തില്ല അല്ലെങ്കിൽ വകവെക്കത്തില്ല. അതൊരു സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ പറയാമോ അതതിന് പോകണ്ട അല്ലെങ്കിൽ അത് ചെയ്യണ്ട, അതിന് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ആ വ്യക്തിയെ പിന്നീട് ഈ മകൻ ഒരു കാര്യത്തിനാണെങ്കിലും പിന്നെ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ സ്വന്തം കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അങ്ങനെ ഏത് സന്തോഷത്തോടെ കഴിയുന്ന കുടുംബങ്ങൾ വേണമെങ്കിൽ നോക്കിക്കൂ. ആ കുടുംബത്തിലെ അച്ഛൻ ആ കുടുംബത്തിലെ അമ്മയ്ക്ക് അതുപോലെ പ്രാധാന്യമായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അമ്മ അച്ഛൻ അതുപോലെ പ്രാധാന്യം കൊടുക്കും. മക്കൾ അച്ഛന് അല്ലെ അച്ഛൻ മക്കൾക്കൊക്കെ അങ്ങനെയുള്ള കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സമ്പത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബം ഉണ്ടാകണമെങ്കിൽ ആ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ്. അല്ലാതെ കുറേ ഉപദേശിച്ചുകൊണ്ടോ ഒന്നും ആ ഈശ്വരൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെ ആ ഈശ്വരനോടുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ പാരസ്പര്യത്തോടു കൂടിയുള്ള സ്നേഹം, ആ ഒരു ഐക്യം അതുണ്ടാകുമ്പോഴേ ഓരോ കുടുംബവും രക്ഷപ്പെടുന്നു. മറ്റുള്ളവർ പറയുന്ന കേൾക്കരുതെന്നല്ല, കേൾക്കണം നല്ല കാര്യങ്ങൾ.
പക്ഷെ കൂടുതലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെല്ലാം അവസാനം ആ ഒരു പെരുവഴിയിൽ അല്ലെങ്കിൽ വല്ലാത്തൊരു വഴിയിലാകത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കാൻ പോകരുത്. സ്വന്തം കുടുംബത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുക. അങ്ങനെയുള്ളവർക്കൊന്നും അധികം തട്ടുകേട് കിട്ടത്തില്ല. അപ്പം അതൊക്കെ ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ദൈവാധീനം ഈശ്വരൻ കടന്നു വരും. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ നിമിഷം, നിങ്ങൾ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങൾ ഈശ്വരനെ അറിയാൻ തുടങ്ങും. അനശ്വരനായ ഈശ്വരനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല ഞാനൊരു തമാശയുള്ള കാര്യമോ നിങ്ങളെ കുറെ പുകഴ്ത്തുകയോ ഇല്ലാത്ത ഒരു കാര്യം ചുമ്മാ പറയുകയോ ഇതൊന്നും ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അനശ്വരനായ ഈശ്വരനെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് ഒരു വലിയ കാര്യമാണ് ഈശ്വരനെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ജന്മാനുജന്മങ്ങളായിട്ടുള്ള ആ ഈശ്വര പ്രാർത്ഥനയിലൂടെ ഞാൻ ജന്മാനുജന്മങ്ങളായിട്ടുള്ള ജപം, തപം ഇതിലൊക്കെ കിട്ടിയ ജ്ഞാനം, ആത്മാവിൻ്റെ സംസ്കാരത്തിലുള്ള ജനന മരണങ്ങളിലൂടെ ആർജിച്ച, ജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച ആ ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ ആ ഈശ്വരനെ അറിയാൻ തുടങ്ങും. അതിനപ്പുറത്തൊരു അറിവില്ല. അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും പറയാൻ പോകുന്നത് ഗണപതിയുടെ ചില രഹസ്യമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗണപതിയെ തൊഴുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കി തൊഴുകയാണെങ്കിൽ ഗണപതിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും. അപ്പം ഗണപതിയെ നമ്മൾ വന്ദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഇത് നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ ശക്തിയെ, നമ്മുടെ ഉള്ളിലെ ആ ഹൈ ആയിട്ടുള്ള കോൺസെൻട്രേഷനെ, നമ്മുടെ ഉള്ളിലെ ഉയർന്ന ഒരു അവബോധത്തെ ഉണർത്തുന്ന ഒരു വിദ്യയാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ബോധത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ വിശുദ്ധി ചക്രത്തിന് മുകളിലേക്കുള്ള ചക്രാസിലേക്ക് കൂടുതൽ എനർജി ഫ്ലോ ചെയ്യും. അപ്പോൾ സൂക്ഷ്മ ബുദ്ധി നമ്മളിൽ ഉണരും, ബുദ്ധി ഷാർപ്പാകും, ഇൻ്റലിജൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഗണപതി ബുദ്ധിയുടെയും സിദ്ധിയുടെയും അധിപനാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നമ്മളിൽ ആ ബുദ്ധിയും സിദ്ധിയും ഉണരും. സിദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള സ്കിൽ, ആ നൈപുണ്യമാണ് സിദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഇൻ്റലിജൻസ് ആണ്. ഇത് രണ്ടും ഇങ്ങനെ ഗണപതിയെ വണങ്ങുന്നതുകൊണ്ടുണ്ടാകും. ഗണപതിയെ വണങ്ങുന്നതുകൊണ്ട് നമുക്ക് ആ സൂക്ഷ്മ ശക്തി നമ്മളിൽ ഉണ്ടാകും, സൂക്ഷ്മ ബുദ്ധി ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണം? ഈ വിശുദ്ധി ചക്രത്തിൽ നിന്ന് മുകളിലേക്കുള്ള ആ ചക്രാസിലേക്കെല്ലാം ആ എനർജിയുടെ ഫ്ലോ ഉണ്ടാകും. എനർജി ഊർദ്ധഗതിയിൽ സഹസ്രാരത്തിലേക്ക് സഞ്ചരിക്കും. അപ്പോഴാണ് നമ്മുടെ ബോധം വളരെ ഷാർപ്പാകും, നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും. മനസ്സിൻ്റെ പക്വത തന്നെയാണ് വൈകാരിക ബുദ്ധിക്ക് ഏറ്റവും അടിസ്ഥാനം. ശാന്തമായ മനസ്സിലാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ ഒരു കഴിവ് നമ്മൾക്ക് കൈവരും. ഗണപതിയെ എപ്പം വണങ്ങിയാലും നിങ്ങളത് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുന്നതും മനസ്സിലാക്കാതെ ചെയ്യുന്നതും രണ്ടാണ്. അജഗജാന്തരം വ്യത്യാസമുണ്ട്. ആനയെ ആടും പോലെ വ്യത്യാസമുണ്ട്. മനസ്സിലാക്കി ചെയ്താൽ 100 ഇരട്ടി ഫലമുണ്ടാകും. ഇനിയും ശിവൻ്റെ രഹസ്യം നമ്മൾ ഈ ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ അകത്തേക്കൊരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ഒരു ജംഗ്ഷനാണ് തലയ്ക്കുള്ളിൽ. നമ്മളിപ്പോൾ ഇവിടെ സാധാരണക്കാർ ഇവിടെയാണ് ആജ്ഞാചക്രം എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ തെറ്റില്ല, സാധാരണക്കാരങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രകാശം ധ്യാനിച്ച് അല്ലെങ്കിൽ മനസ്സ് ശ്രദ്ധിച്ച് ശിവ എന്ന് ജപിക്കുമ്പോൾ മുകളിലോട്ട് ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നു. ശി എന്ന് പറയുമ്പോൾ ഈ ഊർജം മുകളിലേക്ക് സഞ്ചരിക്കുന്നു. വ എന്ന് പറയുമ്പോൾ 2 സൈഡിലേക്കും വ്യാപിക്കുന്നു. അപ്പം ശിവൻ എന്ന് പറയുമ്പോൾ ആ ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. എനർജിയുടെ ഒഴുക്ക്, ഫ്ലോ ശിവലിംഗാകൃതിയിലാണ് ഉണ്ടാകുന്നത്. അതാണ് നിങ്ങളുടെ ഉള്ളിലെ ശിവൻ. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ, നിങ്ങളുടെ ഉള്ളിലെ ആ ബോധത്തെ ആ ഒരു ഊർജ്ജഗതിയിൽ, ആ ശിവലിംഗ ആകൃതിയിൽ ആ ശിവ എന്ന് ജപിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ അനുഭവിക്കുകയാണ് ശിവ എന്ന ആ ജപത്തിൻ്റെ രഹസ്യം. ശിവൻ്റെ ഒരു രഹസ്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിൻ്റെ ആ ഒരു അനുഭവമാണ് ശിവൻ എന്ന് നമ്മൾ ജപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ശിവലിംഗം. ശിവ എന്ന് പറയുന്നത്, ഷീ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രകാശം സങ്കല്പിച്ച് നമ്മൾ ജപിക്കണം. അപ്പോൾ ഷീ എന്ന് പറയുമ്പോൾ ഈ പ്രകാശം മുകളിലോട്ട് പോകുന്നു. വ എന്ന് പറയുമ്പോൾ ഇത് വ്യാപിക്കുന്നു സൈഡിലേക്ക്.
അപ്പോൾ അത് ശിവലിംഗത്തിൻ്റെ ആകൃതിയാണ് വരുന്നത്. ആ ഊർജത്തിൻ്റെ അവസ്ഥ ശിവലിംഗ ആകൃതി വരും. അപ്പം നമ്മൾ ആ ശിവനെ ഉള്ളിൽ അനുഭവിക്കുകയാണ്. ശിവലിംഗത്തെക്കുറിച്ച് ചോദിക്കുമ്പം ചിലർ വേദാന്തം പറയും, ചിലർ ഉപനിഷത്ത് പറയും, ചിലർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകും. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിലെ ആ ശി എന്ന് ജപിക്കുമ്പോഴും വാ എന്ന് ജപിക്കുമ്പോഴും ആ എനർജിയുടെ വ്യാപനമാണ് ആ ശിവബോധം. നിങ്ങൾക്ക് സ്വയം ഉള്ളിൽ അനുഭവിക്കാം. നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ ഈശ്വരനിൽ നിന്ന് കിട്ടിയ, ഞാൻ ഓച്ചറെ ഉണ്ടിക്കാവി ഇരുന്ന് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് ശിവാനുഭവം ഉണ്ടായതാണ്. അപ്പോൾ ആ ഭഗവാനിൽ നിന്ന് കിട്ടിയ തന്നെ ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്. അതാണ്, അതിന് പകരമില്ല കേട്ടോ. അപ്പോൾ ശിവനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനമായ ശിവ എന്ന രണ്ടക്ഷരം ഉച്ചരിക്കുമ്പോൾ, വാ കൊണ്ട് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇവിടെ ശ്രദ്ധിച്ച്, ആജ്ഞയിൽ ശ്രദ്ധിച്ച് വേണം ഉച്ചരിക്കാൻ. ഉച്ചരിക്കുമ്പോൾ ഷീ എന്ന് പറയുമ്പോൾ മുകളിലോട്ട് ഊർജ്ജം പ്രവഹിക്കുന്നു, വാ എന്ന് പറയുമ്പോൾ സൈഡിലേക്ക് വ്യാപിക്കുന്നു. അതൊരു ശിവലിംഗത്തിൻ്റെ ആകൃതിയാണ്. അപ്പം നിങ്ങൾ ശിവനെ അനുഭവിച്ചു, ദാറ്റ്സ് ഓൾ. ഇതിന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട. സത്യമായിട്ടുള്ള കാര്യം വളരെ ലളിതമാണ്. ആ സത്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, അതിനപ്പുറത്തൊരു കാര്യമില്ല. ഇനിയും വിഷ്ണുവിൻ്റെ ഒരു രഹസ്യമാണ് പറയുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശക്തിയാണ്. ആ വ്യാപിച്ചിരിക്കുന്ന ശക്തി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും. അപ്പോൾ അങ്ങനെ വിഷ്ണുവിനെ മനസ്സിലാക്കി നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ ഉള്ളിലും ആ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശക്തിയുടെ അനുഭവം ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ പ്രപഞ്ചബോധം ഉണ്ടായി വരും. ഇനിയും അങ്ങനെ ഓം നമോ നാരായണായ ജപിച്ചാൽ, അതായത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് വിഷ്ണു, ആ ചൈതന്യം തന്നെ നിങ്ങളുടെ ഉള്ളിലുമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓം നമോ നാരായണായ ജപിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ തന്നെ പ്രപഞ്ചബോധം ഉണ്ടായി വരും. ഇനിയും പാർവതി ദേവിയുടെ ഒരു രഹസ്യം. പാർവതി ദേവി എന്ന് പറഞ്ഞാൽ, പാർവതി ദേവി ശിവനെ പ്രാപ്തമാക്കിയത് വളരെ കഠിനമായ തപസ്സിലൂടെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഒരു വശമാണ് ഇതിൻ്റെ എല്ലാം ഓരോ രഹസ്യ വശങ്ങളാണ് പറഞ്ഞു തരുന്നത്. പാർവതിദേവി ശിവനെ പ്രാപ്തമാക്കിയത് കഠിനമായ തപസ്സിലൂടെയാണ്. കഠിനമായ തപസ്സിലൂടെ അല്ലെങ്കിൽ അതിതീവ്രമായ ആഗ്രഹത്തിലൂടെ നമുക്ക് ഈശ്വരനെ പ്രാപ്തമാക്കാൻ പറ്റും, ശിവനെ പ്രാപ്തമാക്കാൻ പറ്റും. അതിതീവ്രമായ ഭക്തിയിലൂടെ പാർവതിദേവി കഠിനമായ തപസ്സിലൂടെ ശിവനെ പ്രാപ്തമാക്കിയെങ്കിൽ നമുക്കും അതുപോലുള്ള തീവ്രമായ ഭക്തി കൊണ്ട് ഭഗവാനെ പ്രാപ്തമാക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാർവതി ശിവനെ തപസ് ചെയ്ത് ശിവനെ പ്രാപ്തമാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കും പരമമായ ഭക്തി കൊണ്ട് ഭഗവാനെ അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം. നമ്മളിപ്പോൾ ഒരു കായലിൽ പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുളത്തിൽ പോയെന്ന് വിചാരിക്കുക, നമ്മൾ മുങ്ങി താഴുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാണവായുവിന് വേണ്ടി ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കും, അതിതീവ്രമായി. അത്ര ശക്തമായി നമ്മൾ ഈശ്വരനെ ആഗ്രഹിച്ചാൽ ആ ഈശ്വരൻ നമ്മളുടെ ഉള്ളിലേക്ക് വരും, നമുക്കത് അനുഭവമാകും. അത്ര തീവ്രമായ പാർവതി ദേവിയുടെ അതിതീവ്രമായ ഭക്തിയാണ് ഭഗവാനെ അനുഭവിക്കാൻ പാർവതി ദേവിക്ക് സാധിച്ചത്. നിങ്ങൾക്കും അത് സാധിക്കും എന്നുള്ളതാണ് പാർവതി ദേവിയെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ ചരിത്രം പറയുമ്പോഴോ കഥ പറയുമ്പോഴോ ആ കഥയായിട്ട് അതിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നടന്ന സംഭവമായിട്ട് അതിനെ മനസ്സിലാക്കുന്നതിലുപരി നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു രഹസ്യത്തെ മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ ശിവൻ്റെയും പാർവതിയുടെയും കാര്യം പറയുമ്പോൾ ശിവൻ പാർവതിയെ പ്രാപ്തമാക്കിയ ആ ഒരു നടന്ന സംഭവം, അത് ആ സംഭവമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ അത് ഇങ്ങനെ ഒരു രഹസ്യമായ ഒരു ചിന്തയും ഒരു അറിവൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഈശ്വരനെ ശിവനെ പ്രാപ്തമാക്കാൻ പറ്റും. അതുപോലെ തീവ്രമായ ഭക്തി ഉണ്ടെങ്കിൽ, തീവ്രമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, അതുപോലെ തീവ്രമായ തപസ്സുണ്ടെങ്കിൽ, തപസ്സെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ കാട്ടിപ്പോയി തപസ് ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനയിലും നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുന്നത് തപസ്സാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് ചെയ്യുക. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ ആ ഉറച്ച വിശ്വാസം വേണം. അതിതീവ്രമായ ഒരു ഭഗവാനെ എന്നുള്ള ആ തീവ്രമായ ഒരു ഭക്തി വേണം. അപ്പോഴാണ് അത് ബലം ഉണ്ടാകുന്നത്.
ഇപ്പോൾ വെള്ളമാണെങ്കിലും ഒരു ഇത്ര ഡിഗ്രി സെൽഷ്യസിന് മേൽ ചൂടായാലേ അത് നീരാവി ആകത്തുള്ളൂ, അല്ലെങ്കിൽ വെള്ളം തന്നെയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം അത് ഏറ്റവും അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അതുവരെ നമുക്ക് ആ സാധാരണമായിട്ട് പ്രത്യേകം മാറ്റമൊന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നേക്കാൾ കൂടുതൽ വിശ്വാസത്തോടുകൂടി ചെയ്താൽ അവിടെ ചേഞ്ച് സംഭവിച്ചിരിക്കും. ഒരു മാറ്റവും ഇല്ല. ഇനിയും പറയാൻ പോകുന്നത് അയ്യപ്പൻ്റെ രഹസ്യമാണ്. നമ്മൾ അയ്യപ്പൻ്റെ ഫോട്ടോ കാണുമ്പോൾ എന്താണ്? അയ്യപ്പൻ്റെ ഫോട്ടോ കണ്ടു അല്ലേ? അയ്യപ്പൻ ഇരിക്കുകയാണ്, യോഗാസനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു രഹസ്യ മുദ്രയാണ്, ശത്രുദോഷം മാറ്റുന്നത്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് അയ്യപ്പൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇത് അയ്യപ്പന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരതയാണ് അത് കാണിക്കുന്നത്. ഉറച്ചിരിക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകുന്നത്, ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകും. അയ്യപ്പൻ്റെ ആ ഫോട്ടോയിൽ നമ്മൾ ശരിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയാതെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകും. കാരണം സ്വാമി അവിടെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് യോഗാസനത്തിലായിരിക്കുന്നത്, അത് ഉറച്ച ഇരിപ്പാണ്. അപ്പം നമ്മുടെ മനസ്സിലും ഉറച്ച ഒരു ബോധമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതുപോലെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ഒരു നെയ്വിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ ഒരു വിളക്ക് തെളിയിക്കുക. ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അത് ചെയ്തവർക്കൊക്കെ ഒരുപാട് വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ മനസ്സിൽ ആ ഉറച്ച വിശ്വാസമാണ് വരുന്നത്. അതൊരു വല്ലാത്ത വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് എന്തും സാധിക്കാം. അതാണ് അയ്യപ്പൻ്റെ ഒരു രഹസ്യം. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി അയ്യപ്പനെ ഒന്ന് വിളിച്ചു നോക്കി, ഏത് കാര്യം നേടിയെടുക്കാൻ പറ്റും. നിങ്ങളെ ഒരു പ്രതിസന്ധിക്കും തളർത്താൻ പറ്റത്തില്ല, നിങ്ങളെ കുലുങ്ങത്തില്ല. ഇനി ഉണ്ണിക്കണ്ണൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മനസ്സിലെ ഏത് ഭയത്തെയും, ഏത് ആകുലതയെയും, ഏത് വിഷമങ്ങളെയും ഒക്കെ, സംശയത്തെയും ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ അതൊക്കെ ഇല്ലാതാക്കുന്നത്? ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ബാലസ്വരൂപമാണ്. ഈ കുട്ടികളുടെ ബാലസ്വരൂപത്തിൽ നമ്മളെ മനസ്സ് കൊണ്ടുപോയാൽ അവിടെ നമുക്ക് നിഷ്കളങ്കത അനുഭവിക്കും. നമ്മുടെ മനസ്സിൽ അപ്പോൾ സംശയമില്ല, കുട്ടികളുടെ മനസ്സിൽ സംശയമില്ല, അതുകൊണ്ട് തന്നെ പേടിയില്ല, അവർക്ക് ആകുലതയില്ല, അവരുടെ മനസ്സിൽ അതുകൊണ്ട് വിഷമവുമില്ല. അപ്പോൾ ആ കുട്ടികളുടെ ഒരു മൈൻഡിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുകയാണ്. ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ നമ്മുടെ മനസ്സും ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് പോവുകയാണ്, നിഷ്കളങ്കതയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിക്കണ്ണനെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി വിളിക്കണം. നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കുമ്പോഴും അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ എത്ര മനസ്സിലാക്കിയാലും നമുക്ക് അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകത്തില്ല. മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതിന് നിങ്ങൾ ഈ അറിയേണ്ട കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനിയും ആറുമുഖൻ അല്ലേ, മുരുകൻ എന്നുവെച്ചാൽ 6 മുഖം. അതുപോലെ തന്നെ 6 മുഖം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലെ ഷഡ്ചക്രങ്ങൾ, അതുപോലെ നമ്മുടെ ആ കാമം, ക്രോധം, ഇങ്ങനെയുള്ള ആ അഷ്ടവൈരാഗ്യങ്ങൾ, ഇതിനെയൊക്കെയാണ് മുരുകനെ എന്ന് പറയുമ്പോൾ. മുരുകനെ അറിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഈ എല്ലാം ആ 6 തത്വങ്ങളെയും ശുദ്ധീകരിച്ച് ശുദ്ധബോധത്തെ അനുഭവിക്കുക എന്ന് മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴാണ് മുരുകനെ അറിയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അപ്പോഴാണ് മുരുകൻ ഉണ്ടായി വരുന്നത്. ഇനി ബ്രഹ്മാവിനെ ആരും പൂജിക്കാറില്ല അല്ലേ? അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ബ്രഹ്മാവിനെ പൂജിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നമ്മളോട് പലതും ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം നമുക്കത് ശരിയായിട്ട് ചെയ്യാൻ പറ്റും. ബ്രഹ്മാവിനെ ആരും പൂജിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. ബ്രഹ്മൻ എല്ലാത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. പൂജിച്ചാലും ഇല്ലെങ്കിലും ബ്രഹ്മം സർവത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ബ്രഹ്മാവിനെ ആ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ബ്രഹ്മത്തെ അറിയുകയാണെങ്കിൽ സർവ്വത് പറഞ്ഞു. അവിടെ വിളിക്കേണ്ടതോ പറയേണ്ടതോ പൂജിക്കേണ്ടതോ കാര്യമില്ല. ബ്രഹ്മം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാത്തിനും ഉള്ളിലും ഉള്ളതാണ് എന്നുള്ള ആ ചൈതന്യം, ആ ഒരു ജ്ഞാനം, ആ ഒരു സൂക്ഷ്മ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാമായി. അവിടെ പൂജയുടെ കാര്യമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പൂജിക്കാത്തത്. ഇത് ഈ ബ്രഹ്മശ്രീ എന്നൊക്കെ പറയുന്ന ബ്രഹ്മത്തെ അറിയണം. ബ്രഹ്മത്തെ അറിഞ്ഞാലേ നമുക്ക് ആ ബ്രഹ്മം എന്താണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നത്.
അല്ലാതെ ബ്രഹ്മത്തെക്കുറിച്ച് വാതോരെ സംസാരിച്ചിട്ടോ പേരിലൊരു ബ്രഹ്മശ്രീ എന്ന് ചേർക്കുന്നാലോ ഒന്നുമല്ല. ആ നിങ്ങളുടെ മനസ്സിൽ എളിമ, വിനയം, സമഭാവന, ആ ബ്രഹ്മജ്ഞാനം ഇതൊക്കെ ഉണ്ടായി വരുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടായി തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മാറ്റമില്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും, പണ്ട് പാക്കനാരുടെ ഒരു കഥയുണ്ടല്ലോ, ചൊരയ്ക്ക ഈ പുണ്യക്ഷേത്രത്തിൽ പോകുന്നവരുടെ ഒരു ചൊരയ്ക്ക കൊടുത്തിട്ട് ഇത് എല്ലാ ക്ഷേത്രത്തിലും മുക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവരെല്ലാ ക്ഷേത്രത്തിലും പുണ്യക്ഷേത്രത്തിലും പോയത് മുക്കിക്കൊണ്ട് വന്നു. പക്ഷേ അത് കറി വെച്ചപ്പോൾ ചൊരയ്ക്കയുടെ ആ ഒരു സ്വഭാവത്തിലും മാറ്റമില്ല. ചൊരയ്ക്കയുടെ ആ പഴയ പോലെ തന്നെ അതിൻ്റെ ആ കമർപ്പും എല്ലാം ഉണ്ട്. അതിൻ്റെ ആ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ശരിയായിട്ടൊരു ജ്ഞാനം ആവശ്യമാണ്. അർജുനൻ വില്ലാളി വീരനായത് ദ്രോണാചാര്യർ എന്ന ഗുരു ഉണ്ടായിട്ടാണ്. ദ്രോണാചാര്യർ ശ്രേഷ്ഠനായ ഗുരുവായത് ദ്രോണാചാര്യർക്ക് പരശുരാമൻ എന്ന മഹാഗുരുവിൽ നിന്ന് വിദ്യ കിട്ടിയുകൊണ്ടാണ്. പരശുരാമൻ മഹത്തായ വിദ്യ ഗ്രഹിച്ച് ദ്രോണരുടെ ഗുരുവായി തീർന്ന് അതിനുള്ളൊരു കഴിവ് കിട്ടിയത് ശിവനിൽ നിന്ന് വിദ്യ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പം മഹത്തായ ഒരു ഗുരു ഉണ്ടാകണം, മഹത്തായ ഒരു ജ്ഞാനം കിട്ടണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലേ ചുമ്മാ നമ്മൾ അതും ഇതുമൊക്കെ അറിയും, അതും ഇതുമൊക്കെ ചെയ്യും. ജീവിതം അതും ഇതും ഇല്ലാതെ ഒന്നും അല്ലാതെ വെറുതെ ആയിപ്പോവും. വെറുതെ ജീവിച്ച് മരിച്ച് കടന്നു പോകും. അതിൻ്റെ അത് കാര്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഈശ്വരനെ വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ആ സനാതനമായ ധർമ്മത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ തത്വമസി തത് നിങ്ങളുടെ ഉള്ളിൽ അത് നീയായിത്തീരും. ആ ബ്രഹ്മം നീയായിത്തീരും. ആ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടായി വരും. അഹം ബ്രഹ്മാസ്മി ആയിത്തീരും. നിങ്ങൾ ആ നിങ്ങൾ ആ ദ്വൈതം എന്നുള്ള മാറി അദ്വൈതം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ശരിയായ ആത്മജ്ഞാനം ഉണ്ടാകും, ശരിയായ ഈശ്വരജ്ഞാനം ഉണ്ടാകും, സത്യവിദ്യ ഉണ്ടായി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ അറിവും എൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് ഗുരുക്കന്മാരിൽ നിന്നിട്ട കാര്യങ്ങളുമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം നിങ്ങളുടെ ഭാഗം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ബോധ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറഞ്ഞത്. ഇനിയും ഞാൻ നാളുകാരെക്കുറിച്ച് കുറേ വീഡിയോ ഇട്ടു. പക്ഷേ അധികം ആരും കണ്ടിട്ടില്ല. കാണണമെന്നോ കാണരുതെന്നോ ഞാൻ പറയുന്നില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എങ്കിലും ഞാൻ 1-2 കാര്യങ്ങളൂടെ പറയുകയാണ്, ആവശ്യമുള്ളവർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് കരുതി. വിശാഖം, ചോതി, ഈ നാളുകാർ ഞാനീ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 2025 മാർച്ച് വരെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തെന്നി വീഴാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിക്കുന്നതൊരു ചെറിയ കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ടാണെന്ന്. എന്നാൽ പിന്നെ മറ്റു നാളുകാരെക്കുറിച്ച്, പക്ഷേ ഈ നാളുകാർക്ക് ഇപ്പം സമയം അല്പം മോശമാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. എന്ന് വെച്ചാൽ അശ്രദ്ധ കൊണ്ട് വീഴ്ചയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവരുടെ ഏതെങ്കിലും ഒരു ക്ഷതങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ ഇത് ഭാവിയിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് അനുഭവപ്പെടും. ആ നിലയിലാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അപ്പോൾ അത് കുറച്ച് ആളുകൾക്കെങ്കിലും പ്രയോജനം ചെയ്യും. വളരെ ശ്രദ്ധിക്കണം. സാധാരണ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം, സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സന്താനങ്ങളെ കൊണ്ട് ചിലപ്പോൾ മനോദുഃഖം ഉണ്ടാകാം, അധിക ചെലവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഈ സമയത്ത് ശിവന് രാവിലെ ഒരു മൃത്യുഞ്ജയാർച്ചന, ജലധാര, വൈകുന്നപാട് ഒരു മൃത്യുഞ്ജയാർച്ചന, ഒരു നെയ്വിളക്ക്, ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ സമയം ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും. ഒരു കുഴപ്പമില്ല. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഒന്നുകൂടെ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ആവശ്യമുള്ളവർ അറിയുക. മിക്കവാറും ഒരു വീഴ്ച വീണ് കഴിയുമ്പോഴായിരിക്കും അയ്യോ സാറേ ആ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുന്നത്. അത് അങ്ങനെ ആരോണ്ടൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടവർ ഇപ്പം വീണ് ഒടിഞ്ഞ് കിടക്കുകയാണ്, കാലൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണെന്ന്. അത് വീഡിയോ കൃത്യം പറഞ്ഞാൽ നാളുകാർ ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഈശ്വരാധീനമുണ്ട്, കുറച്ച് ശ്രദ്ധയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ നാളുകാർക്ക് എല്ലാവർക്കും സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. സംഭവിക്കുമെന്നല്ല പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കണം. ചിലർക്കെങ്കിലും അത്ര ചില അനുഭവങ്ങൾ ഉണ്ടാകാം. ഇനിയും മകം, പൂരം, ഉത്രം, അനിഴം, കേട്ട, രോഹിണി, മകയിരം, ഉത്രട്ടാതി,
ഈ നാളുകൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 2025 മാർച്ച് വരെയെങ്കിലും യാത്രകൾ ചെയ്യേണ്ടതായി വരാം. സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകാം, തൊഴിൽ മാറ്റങ്ങളുണ്ടാകാം. അത് ചിലപ്പോൾ അനുകൂലമാകണം എന്ന് നിർബന്ധമില്ല. കലഹങ്ങൾ വീട്ടിലുണ്ടാകാം. സാമ്പത്തികമായിട്ട് വളരെ ശ്രദ്ധിക്കണം. പൈസയൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ചിലപ്പം ബ്ലോക്കായി പോവും. പിന്നെ ശ്രദ്ധിക്കുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പെട്ടെന്ന് ചിലപ്പം പണി മുടക്കാം. ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ഇവരും വീഴ്ച അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തെന്നി വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്ന് കഴിഞ്ഞ് നല്ല കാര്യങ്ങളും നടക്കാം, മംഗളകാര്യങ്ങളും ഒക്കെ നടക്കാം. നടക്കത്തില്ലെന്നല്ല പറഞ്ഞു. വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം, ചിലർക്ക് ജോലി പ്രൊമോഷന്, ചിലർക്ക് വിവാഹം, വിദേശ യാത്ര, ഇതൊക്കെ നടക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ശിവന് ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. അതിൻ്റെ കൂടെ ഞായറാഴ്ച കൃഷ്ണന് ഒരു ത്രിമധുരം 10 രൂപയുടെ എള്ളെണ്ണ നെയ്വിളക്ക് ഇത് സമർപ്പിക്കുക. വ്യാഴാഴ്ചയും കൂടെ ചെയ്യുക. ഇത് ആവർത്തിക്കുക. നല്ല മാറ്റം ഉണ്ടാകും. പിന്നെ മൂലം, പൂരാടം, അത്തം ഈ നാളുകാരൊക്കെ പുതിയ കാര്യങ്ങൾക്ക് ശ്രമിച്ചാൽ നല്ലതാണ്. പുതിയൊരു ജോലിക്ക്, പുതിയൊരു സംരംഭത്തിന്, പുതിയൊരു വിദേശയാത്ര. പക്ഷെ അത് അവരുടെ ജനിച്ച സമയത്തെ ഗ്രഹനിലയും നക്ഷത്രവും അനുസരിച്ചിരിക്കും കൃത്യമായിട്ട് മാറ്റം വരുന്നത്. ഇത് പൊതുഫലമാണ്. എങ്കിലും സമയം പ്രയോജനപ്പെടുത്താവുന്ന സമയം തന്നെയാണ്. ഈശ്വരാധീനത്തോടു കൂടിയൊക്കെ ചെയ്താൽ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളിൽ പ്രവേശിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ അശ്വതിക്കാർക്കാണെങ്കിലും നല്ലതാണ്. അശ്വതി ഭരണിയൊക്കെ പ്രയോജനപ്പെടുത്താം. അതുപോലെ അത്തം, അതുപോലെ മൂലം, പൂരാടം, ചിത്തിരയ്ക്ക് സമ്മിശ്രമാണ്. ഇതൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന സമയങ്ങളിൽ കൂടിയാണ്. ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ നല്ല സമയങ്ങൾ പ്രയോജനപ്പെടുത്തുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വഴിപാടുകൾ ചെയ്ത് ദോഷ സമയങ്ങളെ ഗുണസമയങ്ങളാക്കി മാറ്റുക എന്ന് തന്നെയാണ്. ഇപ്പം ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഞാൻ ആ നക്ഷത്രങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഇതിനു മുമ്പ് വീഡിയോ, ഈ തൊട്ട് മുമ്പത്തെ വീഡിയോ, പക്ഷെ അത് ഒരുപാട് വിശദമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അധികം ആളുകൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്നുകൂടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇപ്പം ഈ സമയത്ത് ഒന്ന് തെന്നി വീണ് അല്ലെങ്കിൽ കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ തുടയുടെ എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ശരിയായി വരാൻ ഇച്ചിരി പാടുപെടും. അതുകൊണ്ടാണ്, സമയം മോശമായതുകൊണ്ട്. നല്ല സമയത്ത് ഒരു അപകടം ഉണ്ടാകുന്നെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നം വരത്തില്ല, അതങ്ങ് മാറി ശരിയാവും. ദോഷ സമയത്താണെങ്കിൽ പിന്നെ അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടതായി വരാം. എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളെ ശ്രദ്ധിക്കുന്ന ഒഴിവാക്കാം. ചിലർക്കെങ്കിലും അങ്ങനെ സാധ്യതകളുണ്ട്, നിർബന്ധമില്ല. പൊതുഫലങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കുക. പക്ഷേ ശ്രദ്ധിക്കുന്നതുകൊണ്ട്, നിങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഒരു പൂര നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഒരു മകൻ നക്ഷത്രക്കാർ മൊബൈലൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ചിലപ്പം ഈ സമയത്താണ് കൈ താഴെ വീണ് പൊട്ടി ഡിസ്പ്ലേ ഒക്കെ പോവുക. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ ആരുടെയും പൈസ പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. ഈ പറഞ്ഞ ആളുകാരൊക്കെ അത് ശ്രദ്ധിക്കുക. ഏത് ഇലക്ട്രോണിക്സ് സ്വന്തം കൈകാര്യം ചെയ്യുന്ന ഉപകരണങ്ങളാണെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം. നിങ്ങളുടെ തന്നെ പൈസ പോകത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഓം ശിവായ നമ. യന വശിമ മവയന ശി ശിയന മവ വശിമയന. ഓം ശിവോഹം.